ഒറ്റയ്ക്കുള്ള ജീവിതം മമത മടുത്തു. വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതായി മമതയുടെ വെളിപ്പെടുത്തൽ. പക്ഷേ അത് എളുപ്പത്തിലെടുക്കാവുന്ന തീരുമാനമല്ല. പലതും കുറച്ച് സ്വാർത്ഥതയോടെ ചിന്തിക്കേണ്ടതുണ്ട്. ചികിത്സയ്ക്കായി അമേരിക്കയിൽ തുടരുകയാണെങ്കിൽ അവിടെ നിന്നൊരാളെ പാർട്ണറായി സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. അതിന് പല കാര്യങ്ങളുണ്ട്. അവർക്ക് ലഭിക്കുന്ന ഇൻഷുറൻസും ആരോഗ്യ പരിരക്ഷയും എനിക്ക് സഹായകരമാകും. അച്ഛനമ്മമാരൊക്കെ കല്യാണം ആലോചിക്കില്ലേ? അതുപോലെ വിവിധ വശങ്ങളെക്കുറിച്ച് ആലോചിച്ചു വേണം കല്യാണക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനെന്നും നടി പറയുന്നു. ഇപ്പോൾ ജീവിതത്തിന്റെ കൂടുതൽ സമയവും ചികിത്സയ്ക്കായി അമേരിക്കയിലാണ് മമത ചെലവഴിക്കുന്നത്. പ്രണയമൊക്കെ ഇനി നടക്കുമോ എന്നറിയില്ല. അത്തരം ബന്ധങ്ങളുണ്ടാക്കുന്ന വൈകാരിക സംഘർഷങ്ങൾ എന്റെ ആരോഗ്യത്തെയും ബാധിക്കുമെന്ന് മമത മനസ്സ് തുറന്നു. ജീവിതമെന്നാൽ ഇപ്പോൾ നാം കടന്നുപോകുന്ന നിമിഷങ്ങളാണ്. അതിൽ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമല്ല, നാം ഒരിക്കലും ആഗ്രഹിക്കാത്ത പലതും ഉണ്ടാകും. അത് തിരിച്ചറിഞ്ഞ ദിവസം മുതൽ ക്യാൻസർ എന്റെ മനസ്സിനെ തൊട്ടിട്ടില്ല. സത്യം പറയാമല്ലോ, ഈ പ്രതിസന്ധിക്ക് ശേഷമാണ് എന്നെ തന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത്. ഞാനിപ്പോൾ താമസിക്കുന്നത് അമേരിക്കയിലാണ്. ചികിത്സയ്ക്കായാണ് അവിടേക്ക് പോയതെങ്കിലും ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും ആ നാട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു. അമേരിക്കയിൽ എത്തിയ ശേഷമാണ് വീണ്ടും ചിരിക്കാൻ തുടങ്ങിയത്. ഉറക്കെ ചിരിക്കാൻ പഠിച്ചു. ഒരു ഹാപ്പി പേഴ്സണായി മാറി. അവിടെ നിൽക്കുമ്പോൾ തോന്നും ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലെന്ന്. മഞ്ജു വാര്യരുടെ ഉദാഹരണം സുജാതയിലും ധ്യാൻ ശ്രീനിവാസിന്റെ ഗൂഢാലോചനയിലുമാണ് മമത ഒടുവിൽ അഭിനയിച്ചത്. രണ്ടിലും ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സൺ ന്യൂസ്.